Asylum Learning, it's me Mufida. മക്കളെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഫിസിക്സിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സിൽ നിന്നുമുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം ഏതൊക്കെയാണ് ആ 2 ചാപ്റ്റേഴ്സ് എന്നുള്ളത് താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. ഞാൻ നോക്കും നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. What is the difference between noise and music? നോയ്സും മ്യൂസിക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഒരു ക്വസ്റ്റ്യനും കൂടെയുണ്ട്. Can music become noise sometimes എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അല്ലെ. ആദ്യം നമുക്ക് നോയ്സ് എന്താണ്, മ്യൂസിക് എന്താണെന്നുള്ളത് നോക്കാം. നോക്കിയോ, the type of sound which are unpleasant to listen, അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ഒരു രസമില്ലാത്ത സൗണ്ടാണ് നോയ്സ് എന്ന് പറയുന്നത്. പക്ഷെ മ്യൂസിക് എന്ന് പറയുമ്പം ഇറ്റ് ഓൾവേസ് പ്രൊഡ്യൂസസ് എ ലവിങ് സെൻസേഷൻ, അല്ലെങ്കിൽ ഒരു പ്ലസന്റ് അല്ലെ. മ്യൂസിക് ഇസ് എ പ്ലസന്റ് സൗണ്ട്. ഓക്കെ, ഒരു പ്ലസന്റ് സൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മ്യൂസിക് എന്ന് പറയുന്നത്. ആൻഡ് നോയ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ക്യാൻ മ്യൂസിക് ബിക്കംസ് നോയ്സ് സംടൈംസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓഫ് കോഴ്സ് പറ്റും അല്ലെ. മ്യൂസിക് ബിക്കംസ് നോയ്സ് വെൻ ഇറ്റ് ഈസ് ടു ലൗഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സെറ്റ് ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ലിസ്റ്റ് സോഴ്സസ് ഓഫ് നോയ്സ് പൊല്യൂഷൻ ഇൻ യുവർ സറൗണ്ടിങ്സ്. നമ്മുടെ ചുറ്റുപാടുമുള്ള നോയ്സ് പൊല്യൂഷൻസിന് എക്സാമ്പിൾ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് പറയാൻ പറ്റും അല്ലേ. നമ്മളിതാ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് തന്നെ നമ്മളെ ചെവിയൊക്കെ അങ്ങോട്ട് അല്ലെ എന്തോ പോലെ ആവൂലേ. കാരണം എന്താണ്, ആ പോകുന്ന വഴിയിലല്ല ഡ്രൈവർ എന്ത് ചെയ്യും, ഹോൺ അങ്ങനെ അടിക്കുക. അപ്പൊ അപ്പുറത്താളും അതിനേക്കാളും വലിയ ഹോൺ, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഹോൺ അടി നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതാ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അല്ലെ ഒരുപാട് ബിൽഡിംഗ് എന്നുള്ള ചില ബിൽഡിങ്സിന്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര വെൽഡിങ്ങിന്റെ സൗണ്ട്, അങ്ങനെ ഒരുപാട് സൗണ്ടുകൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. സൗണ്ട് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു അൺപ്ലസന്റ് സൗണ്ട്, ദാറ്റ് മീൻസ് നോയ്സിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. സോ നോയ്സ് പൊല്യൂഷൻ എക്സാമ്പിൾസ് ആണ് സൗണ്ട് ഓഫ് വെഹിക്കിൾസ് ആൻഡ് സൗണ്ട് ഓഫ് കിച്ചൺ അപ്ലയൻസസ്, സൗണ്ട് ഓഫ് ബേർസ്റ്റിംഗ് ക്രാക്കേഴ്സ് അല്ലെ, ഭയങ്കര സൗണ്ട് ഉണ്ടാവാറുണ്ട് അല്ലെ. ആൻഡ് സൗണ്ട് ഓഫ് ലൗഡ് സ്പീക്കേഴ്സ്, TV, ട്രാൻസിസ്റ്റേഴ്സ് അല്ലെ. അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്യണ്ട എന്നല്ല നമ്മളെ ഒരു ഫിസിക്സിൽ നമ്മൾ തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കേട്ടോ. ഒരിക്കലും ഇത് യൂസ് ചെയ്യണ്ട എന്നുള്ളതല്ല. ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ലൗഡ് അല്ലെ, ഈ ഒരു സൗണ്ടുകളൊക്കെ വളരെ അല്ലെ ലൈറ്റായിട്ട് അല്ലെ ഉണ്ടാക്കുക അല്ലെ. ഭയങ്കര ലൗഡ്, ഭയങ്കര ഉച്ചത്തില് എല്ലാവർക്കും അത് ചെവിക്കും മൊത്തത്തിൽ എല്ലാതെന്നാണ് പ്രശ്നമാണ്. എക്സ്പ്ലെയിൻ ഇൻ വാട്ട് വേ നോയ്സ് പൊല്യൂഷൻ ഇസ് ഹാംഫുൾ എ ഹ്യൂമൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നമ്മൾ നോയ്സ് പൊല്യൂഷനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ചിലരൊക്കെ വിചാരിക്കും ഇതെന്താ ഫിസിക്സ് എന്താ പുരോഗമനത്തിനൊക്കെ എതിരാ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലെ. കാരണം എന്താ, ഇതിന്റെ സൗണ്ട് കേൾക്കാൻ പാടില്ല, ഇതിന്റെ സൗണ്ട് അതാണ്, അത് പ്രശ്നമാണ്. ഇതൊക്കെ എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്നറിയോ, നമുക്ക് ഇതൊക്കെ എന്താണ് ഹാംഫുൾ ആണ് അല്ലെ. ഭയങ്കര ഉച്ചത്തില് സൗണ്ട് ഒരുപാട് നേരം ഇങ്ങനെ കേട്ടോണ്ടിരിക്കും നമ്മുടെ ബോഡിക്കൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? നോയ്സ് പൊല്യൂഷൻ causes lack of sleep, anxiety and hypertension. ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. നിങ്ങൾ 3 എണ്ണമെങ്കിലും എന്ത് ചെയ്യണം, എഴുതി കൊടുക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വേറൊരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ് ലൈറ്റ്നിങ് കണ്ടക്ടർ എന്ന് പറയുന്നുണ്ട്. നമ്മൾ MCQ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ വേഗമാണോ, പ്രൊട്ടക്ട് ദ ബിൽഡിംഗ് ആണോ, ആൻഡ് ഡിസ്ട്രോയ് ദ ബിൽഡിംഗ് ആണോ, നോ എഫക്ട് ആണോ, ആൻഡ് നൺ ഓഫ് ദിസ് ആണ്. നമുക്കറിയാം ലൈറ്റ്നിങ് കണ്ടക്ടർ ഓൾവേസ് പ്രൊട്ടക്ട് ദ ബിൽഡിംഗ് ഫ്രം ലൈറ്റ്നിങ് എഫക്ട് അല്ലെ. നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ. ബിൽഡിങ്ങിന്റെ മുകളിൽ നമ്മൾ വലിയൊരു മെറ്റാലിക് കണ്ടക്ടർ കൊണ്ടുപോയിട്ട് വെക്കും. എന്തിനാണ്? ലൈറ്റ്നിങ്ങിന്റെ ഒക്കെ സമയത്ത് ഒരുപാട് ചാർജസ് ഉണ്ടാകും. ഈ ചാർജസ് ഡയറക്റ്റ് ബിൽഡിങ്ങിന്റെ മുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ബിൽഡിങ്ങിലെ ക്രാക്കേഴ്സും ബിൽഡിംഗ് പൊളിഞ്ഞൊക്കെ പോകില്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു വലിയ വോൾട്ട്, ആ ഒരു വലിയ കറണ്ടിൽ നിന്നും നമ്മളെ ബിൽഡിങ്ങിനെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മുകളിൽ എന്ത് കൊടുക്കുന്നു, ഒരു ലൈറ്റ്നിങ് കണ്ടക്ടർ അല്ലെ. ഇതാണ് ഇപ്പൊ നമ്മുടെ ബിൽഡിംഗിൽ അതിന് മുകളിൽ പോയിട്ട് ഒരു കണ്ടക്ടർ കൊടുക്കുമ്പോൾ ആ ചാർജസ് ഒക്കെ വരെ നേരെ ഇതിലോട്ടായിരിക്കും അല്ലെ. എന്ത് ചെയ്യാണ്, ഇതിനെ നമ്മൾ നേരെ എർത്തുമായിട്ട് കണക്ട് ചെയ്യാണ് അല്ലെ. അപ്പം എന്ത് ചെയ്യും, ഈ ചാർജസ് ഒക്കെ അല്ലെങ്കിൽ ഓവറായിട്ട് വന്നിട്ടുള്ള ഈ ചാർജസ്, ഈ ഒരു കറണ്ട് എന്ന് പറയുമ്പോൾ ചാർജസാണ് വരിക. ഓവറായിട്ട് വരുന്ന എല്ലാ ചാർജസ് എന്ത് ചെയ്യും, നമ്മുടെ എർത്തിലോട്ട് കടന്നു പോകും. എർത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എർത്തിന് ഇഷ്ടം പോലെ ഇലക്ട്രോൺസിനെ സ്വീകരിക്കാനും പറ്റും, കൊടുക്കാനൊക്കെ പറ്റുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത്, നമ്മളുടെ
എർത്ത് എന്ന് പറഞ്ഞാൽ എർത്ത് ഈസ് എ ഇലക്ട്രോൺ ബാങ്ക് എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറ്. നിങ്ങൾക്ക് എന്താ പ്രത്യേകത എന്നറിയോ? എർത്ത് ഒരുപാട് അല്ലേ നല്ല കഴിവുള്ള ഒരാളാണ് അല്ലേ നമ്മൾ എർത്ത് എന്ന് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ലെയർ ഓഫ് എർത്ത് ക്വേക്ക് ഒക്കർ? എർത്ത് ക്വേക്ക് നടക്കുന്ന എർത്തിൻ്റെ ലെയർ ഏത്? ലെയർ നമുക്കറിയാം, എർത്തിന് ഒരുപാട് ലെയേഴ്സ് ഉണ്ടല്ലോ. അത് ഏത് ലെയറിലാണ് എർത്ത് ക്വേക്ക് നടക്കുന്നത് ചോദിച്ചാൽ ദാറ്റ് ഈസ് ക്രസ്റ്റ് ആണ് കേട്ടോ. എന്താണ് ക്രസ്റ്റ്? എന്താ മക്കളെ? ക്രസ്റ്റ്. മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം ഇതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും വരാൻ പാടില്ല. നമ്മുടെ ലൈറ്റ്നിങ് കണ്ടക്ടറിൻ്റെ കേസ് ഇതാണ്. നമ്മളുടെ ബിൽഡിങ്, ഇതിന് മുകളിൽ ഇതെന്താണ് നമ്മൾ ഒരു കണ്ടക്ടർ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ചാർജസ് ഒക്കെ വരുന്ന സമയത്ത് പോസിറ്റീവ് ചാർജസ് ആണ് ഒരുപാട് വന്നതെങ്കിൽ എന്ത് ചെയ്യും? നമുക്കറിയാം നമ്മുടെ എർത്തിന് അല്ലെ ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട്. നമ്മുടെ എർത്തിൽ ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഈ വയറിലൂടെ ഇലക്ട്രോൺസ് മുകളിലേക്ക് വരും. ഈ പോസിറ്റീവ്സും അല്ലെ എല്ലാം കൂടെ ചേർന്നിട്ട് ആ ചാർജ്ലെസ് ആവും. അവിടെ ആ ഒരു എഫക്റ്റ് പോകും. ഇനി ഒരുപാട് നെഗറ്റീവ്സ് ആണ് വന്നത് വിചാരിച്ചോ. നെഗറ്റീവ്സ് ആണെങ്കിൽ നേരെ ഭൂമിയിലോട്ട് എന്ത് ചെയ്യും? കടന്നു പോകും. നമ്മളെ ഭൂമിക്ക് എത്ര നെഗറ്റീവ്സിനെ വേണമെങ്കിലും സ്വീകരിക്കാൻ പറ്റും. അതുപോലെ തന്നെ നെഗറ്റീവ്സിനെ അതേപോലെ കൊടുക്കാനും പറ്റും കേട്ടോ. ഓക്കെ, സെറ്റ് ആണല്ലോ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കാണ്. ആൻഡ് റൈറ്റ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്. ചാർജസിന്റെ ഏത് 2 പ്രോപ്പർട്ടി? നമുക്കറിയാം ചാർജസ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പാണ്, പോസിറ്റീവ് നെഗറ്റീവ്. വെൻ 2 പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ വെൻ ലൈക്ക് 2 ചാർജസ് വന്നു കഴിഞ്ഞാൽ ദേ വിൽ റിപ്പൽ അല്ലെ. പോസിറ്റീവ് നെഗറ്റീവ് അൺലൈക്ക് ചാർജസ് വന്നു കഴിഞ്ഞാൽ they will attract each other അല്ലേ. when like charges come together they will repel each other, and when two unlike charges come together they will attract each other. നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഹാപ്പൻസ് വെൻ ഗ്ലാസ് റോഡ് ഈസ് റബ്ബ്ഡ് വിത്ത് സിൽക്ക്? ഇതാ നമ്മുടെ കയ്യിൽ ഗ്ലാസ് റോഡ് ഉണ്ട് അല്ലേ. ഇതാ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? സിൽക്കും ഉണ്ട് ഗ്ലാസ് റോഡ്. ഞാൻ എന്ത് ചെയ്യാണ്? ഇവർ 2 പേരും തമ്മിൽ ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ എന്താ നടക്കുന്നത് നമ്മൾ പഠിച്ചിട്ടില്ലേ? റബ്ബ് ചെയ്യുമ്പോൾ എന്ത് നടക്കുന്നു എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചത്. എന്ത് ചെയ്യും? ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കും. ഒരാളിൽ നിന്നും ഇലക്ട്രോൺസ് കൊടുക്കുകയും അല്ലെ മറ്റേ ആൾ അത് സ്വീകരിക്കുകയും ചെയ്യും. ഒരാൾക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടും, മറ്റേ ആൾ ഇലക്ട്രോണെ സ്വീകരിക്കുകയും ചെയ്യും. സോ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എനിക്ക് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. സോ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഇതിൻ്റെയൊക്കെ ആൻസർ എന്ത് വേണം? താഴെ എന്ത് വേണം? നമ്മുടെ കമൻറ്റ് ബോക്സിൽ വേണം കേട്ടോ. അപ്പോൾ ആൻസർ വേണം. ഇതിൽ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിൽ ആരാണ് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്നത് ആൻഡ് ആരാണ് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഈ ചാപ്റ്റർ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ആ ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് റിവിഷനുമായിട്ട് ഞാൻ ലൈവിൽ വരുന്നുണ്ടാവും. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പക്ഷേ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ അറിയുമോ എന്ന് എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. സോ അത് നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് സേഫ്റ്റി മെഷേഴ്സ് ഷുഡ് ബി ടേക്കൺ ഡ്യൂറിങ് thunderstorms when you are outside or inside in the house? അല്ലെ, ഔട്ട്സൈഡോ ഇൻസൈഡോ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യന് 4 മാർക്കാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. ഇൻസൈഡ് ദ ഹൗസ് ആണെങ്കിൽ അല്ലെ, ഡ്യൂറിങ് thunderstorms avoid contact with the telephone cords and electrical wires and metal pipes ആയിട്ടുള്ള കോണ്ടാക്ട് ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മളെപ്പോഴും കോർഡ്ലെസ് ഫോണുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഫോൺ ചാർജിലിട്ട് ഉപയോഗിക്കുകയേ ചെയ്യരുത്. അതുപോലെ തന്നെ അല്ലെ, നമ്മൾ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുക? കുളിക്കുന്നതൊക്കെ ഒഴിവാക്കുക. കാരണം അവോയ്ഡ് അല്ലെ, എന്തിനാണ്? നമ്മൾ റണ്ണിങ് വാട്ടറുമായിട്ടുള്ള കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? കുളിക്കുന്നത് ആ സമയത്ത് ഒഴിവാക്കുക. അതുപോലെ തന്നെ കമ്പ്യൂട്ടേഴ്സ്, TV എക്സെട്ര ഷുഡ് ബി അൺപ്ലഗ്ഡ്. ഇനി നമ്മൾ ഔട്ട്സൈഡ് എർത്ത് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഔട്ട്സൈഡ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്കറിയാം അല്ലേ. എന്താണ്? നമ്മളിപ്പോൾ പുറത്താണ് നിൽക്കുന്നത് വിചാരിച്ചോ, അപ്പോൾ ഭയങ്കരമായിട്ട് ഇടിയും മിന്നലൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്താ ചെയ്യണം? വേഗം വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കുക അല്ലേ. അടച്ചിട്ട വീടും ബിൽഡിങ്സ് ഒക്കെ വളരെ വളരെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലമാണ്. ഇനി നമ്മൾ പാർക്കിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ വേഗം എന്ത് ചെയ്യുക? അവിടെ ഒരുപാട് മരങ്ങളുണ്ട്, പല ടൈപ്പ് മരങ്ങളുണ്ട്. ഓക്കെ, വലിയ മരങ്ങളും ചെറിയ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചെറിയ മരത്തിൻ്റെ അടിയിൽ പോയിട്ട് വേണം നിൽക്കാൻ. ഷെൽട്ടർ എടുക്കുന്ന സമയത്ത് ചെറിയ മരങ്ങളുടെ അടിയിൽ പോയി നിൽക്കുക. ഫോറസ്റ്റ് ആണെങ്കിലും ഇത് തന്നെയാണ് കേട്ടോ. ചെറിയ മരങ്ങളുടെ താഴെ പോയി നിൽക്കുക, വലിയ മരങ്ങളുടെ പോയിട്ട് നിൽക്കരുത്. ഇനി വലിയ ബിൽഡിങ്സ് ഒക്കെ അതിൻ്റെ നേരെ താഴെ പോയിട്ട് നിൽക്കരുത്. അങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങൾ അല്ലേ. അതുപോലെ തന്നെ മെറ്റലുമായിട്ടുള്ള കോണ്ടാക്ട് ഒഴിവാക്കാൻ വേണ്ടി അംബർലൻ്റെ അല്ലെ, മെറ്റലാണ് നമുക്കറിയാം അല്ലേ. അംബർലൻ്റെ ആ പിടുത്തം, ആ ഒരു കാലെന്ന് പറഞ്ഞ പിടുത്തമല്ല, ആ ഒരു കാലുണ്ടല്ലോ, അവിടെ ഒന്നും പിടിക്കാതിരിക്കുക. മെറ്റലായിട്ടുള്ള കോണ്ടാക്ട് ഒഴിവാക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ
നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സോ 2 കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ ഡ്യൂട്ടി ആയിട്ട് തന്നിട്ടുള്ളത്. അതിൻ്റെ താഴെ നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങളുടെ കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു സോ മച്ച്.